ത്രിയേക ദൈവത്തിന് സ്തുതി. വളരെ സന്തോഷകരമായ വാർത്ത ആണ് ഇന്നേ ദിവസം നാം കേൾക്കുന്നത്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ രക്ഷകനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ എല്ലാ രീതിയിലും അനുഗ്രഹിച്ചതിന് ശേഷം താൻ പറഞ്ഞതുപോലെ തന്നെ കബറടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉദ്ധിതനായി തൻ്റെ എല്ലാ പ്രവചനങ്ങളും പൂർത്തീകരിച്ച് ഈ ലോകത്തിൽ നിന്നും വീണ്ടും വരുമെന്ന് അരുളി ചെയ്തതിനു ശേഷം സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നതായി നാം ഏവരും അറിയുന്നു. അവൻ്റെ രണ്ടാമത്തെ വരവിനായി നമുക്ക് ഏവർക്കും കാത്തിരിക്കാം. കഴിഞ്ഞ ആഴ്ച, അതായത് ഓശാന ഞായറാഴ്ച, നമ്മൾ കണ്ടത് അവനെ മഹത്വീകരിക്കുന്നതായിട്ടാണ്. അവൻ യെരൂശലേമിലേക്ക് അവനെ ജനങ്ങൾ എല്ലാവരും ആർത്തുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നു. ദാവീദ് പുത്രന് ഓശാന, ദാവീദ് ആത്മന് ഓശാന എന്ന് പറഞ്ഞുകൊണ്ട് അതേ മനുഷ്യർ തന്നെ ആവിഷ്കാര സമയത്ത് അവനെ ക്രൂശിക്ക 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 എന്ന് പറഞ്ഞു. കാരണം ജനങ്ങളുടെ ഒഴുക്ക് എന്ന് പറയുന്നത് സാഹചര്യം അനുസരിച്ചാണ്. എന്നാൽ ക്രിസ്ത്യാനികളായ നമ്മൾ ആ സാഹചര്യം അനുസരിച്ച് ഒഴുകേണ്ടവരാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നമുക്ക് ദുഃഖമാണ് തന്നതെങ്കിൽ ഞായറാഴ്ചയാകുന്ന ഇന്ന് അവൻ പറഞ്ഞതുപോലെ തന്നെ ഉദ്ധിതനായി ആദ്യം അവൻ പ്രത്യക്ഷപ്പെട്ടത്. ഉയർപ്പിന്റെ സന്ദേശം ആദ്യം ലഭിച്ചത് സ്ത്രീകൾക്കാണ്. മഗ്ദലനക്കാരത്തി മറിയം, യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയം, സെബദി പുത്രന്മാരുടെ അമ്മയായ ശലോമിയും യോഹന്നായും ഉണ്ടായിരുന്നു. യോഹന്ന ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യയാണ്. കർത്താവിനെ സ്നേഹിച്ച മറ്റു സ്ത്രീകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മഗ്ദലനക്കാരി മറിയ ഓടിച്ചെന്ന് സ്ലീഹന്മാരോട് പറയുന്നു, കർത്താവിനെ അവിടെ നിന്നും എടുത്തു മാറ്റി, അവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാനും പത്രോസും കൂടി ആ കല്ലറയിലേക്ക് ഓടിയതായിട്ടാണ് ചരിത്രം നമ്മോട് പറയുന്നത്. യോഹന്നാൻ ചെറുപ്പമായിരുന്നതിനാൽ ആദ്യം ചെന്നുവെങ്കിലും പത്രോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ആദ്യം പത്രോസ് അകത്ത് കയറുകയും പിന്നീട് യോഹന്നാനും അവിടെ ചെല്ലുകയും ചെയ്തു. അതിനുശേഷം അവർ തിരികെ പോന്നുവെങ്കിലും ആ സ്ത്രീകൾ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് അവരോട് പറയുന്നത്, കർത്താവിൻ്റെ ജീവനുള്ള വചനങ്ങൾ എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം എന്ന് ആ സ്ത്രീകളാണ് നമ്മെ കാട്ടിത്തരുന്നത്. കാരണം അവൻ എവിടെ പോയി എന്നുള്ള ചിന്തയിൽ വളരെ വിഷമത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്നതായ അവസരത്തിലാണ് അവൻ അവരോട് വന്ന് പറയുന്നത്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഉദ്ധിതനായി അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ചെയ്തു എന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് യഹൂദന്മാർ ചെയ്ത ഒരു കാര്യമുണ്ട്. അവർ പട്ടാളക്കാരെ എല്ലാവരെയും ഒന്നിച്ച് കൂട്ടി അവിടുത്തെ ആ സെക്യൂരിറ്റി കൂടുതൽ ടൈറ്റാക്കുകയും ആ ഗേറ്റ്, അതായത് വലിയ കല്ലിൻ്റെ പുറത്ത് സീൽ വെക്കുകയൊക്കെ ചെയ്ത്, കാരണം അവൻ പറഞ്ഞതിന് പ്രകാരം മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ നമുക്കത് ഏറ്റവും വലിയ ശാപമായി തീരുമെന്ന് പറഞ്ഞ് അതിനെ വേണ്ടിയിട്ട് പട്ടാളക്കാർക്ക് പൈസ കൊടുത്ത് അവരോട് പറഞ്ഞു, അവരുടെ ശിഷ്യന്മാരെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയിപ്പിച്ച ഒരു ഭാഗവും ഒക്കെയും നമുക്ക് കാണാം. നമ്മൾ അങ്ങനെ ഇതൊക്കെയും മനസ്സിലാക്കി നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് നമുക്ക് ഏവർക്കും കാത്തിരിക്കാം. ആ പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗ്യത്തിനായിട്ട് നമുക്ക് ഏവർക്കും കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ 50 ദിവസം നോമ്പ് നോക്കി കർത്താവിൻ്റെ അടുത്തേക്ക് നാം ചെന്നു. അവൻ്റെ
ആ 40 ദിവസത്തെ നോമ്പിന് ശേഷം അവനെ സാത്താൻ പരീക്ഷിച്ചത് നമുക്ക് മനസ്സിലായി. അവൻ സാത്താനെ ജയിച്ചതുപോലെ നമുക്കും ആ ആകൽക്കർസായെ ജയിക്കുവാൻ വേണ്ടിയിട്ട് നിരന്തരമായി പ്രാർത്ഥന ഇടപെടാതെയും നിരന്തരമായും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ അയ്യോബിനെ രക്ഷിച്ചതുപോലെ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അവൻ അനുഗ്രഹിച്ചതുപോലെ യൗസേപ്പിനെ മിസ്രൈമിൽ വെച്ച് അനുഗ്രഹിച്ചതുപോലെ നമ്മളെയും അവൻ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഏവരും ദൈവത്തിൽ വിശ്വസിക്കുന്നത് നമ്മൾ ഉയർത്തെഴുന്നേറ്റവനായ ആ ഉദ്ധിതനായ യേശുവിനെയാണ്. അതുകൊണ്ട് നമുക്കേവർക്കും പ്രത്യാശയുണ്ട്. മരിച്ചുപോയവരുടെ അവൻ എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി, അവനോടൊപ്പം ചേർക്കുന്നതിന് വേണ്ടി അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നമ്മൾ ഏവരും അവന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. അതിനായിട്ട് നാം ചെയ്യേണ്ടത് ഈ 50 ദിവസത്തെ നോമ്പ് നമുക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരത്തക്കവണ്ണം നമ്മളൊരു പുതിയ പാഠം പഠിച്ച് നമ്മളെ തന്നെ തിരുത്തി നമ്മൾ ഒരു പുതിയ മനുഷ്യനായി നമ്മൾ മുമ്പോട്ട് വരുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നു മുതൽ നമ്മൾ ഒരു പുതിയ മനുഷ്യനായി ജീവിച്ച് നമ്മൾ ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ള ജീവിതം നമുക്ക് സന്തോഷപ്രദമായി ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബാക്കിയുള്ള ജീവിതം ആത്മീയമായി ജീവിച്ച് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച് നമുക്ക് ജീവിച്ച് ഈ ലോക ജീവിതം സഫലമാക്കി സ്വർഗരാജ്യത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് ഏവർക്കും തയ്യാറാകാം. എപ്പോൾ വിളിച്ചാലും നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി കഴിയുന്നുവെങ്കിൽ നമ്മൾ അനുഗ്രഹീതരായിരിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.